എന്താലേ ഭാഗ്യം, സൂപ്പർ. നിങ്ങൾക്ക് ഭാഗ്യം തന്നെ പറയാം. അതേതാ, നിങ്ങളിപ്പോ 8ാം ക്ലാസ് നിന്ന് 9ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് വിചാരിക്കട്ടെ, യാതൊരു കുഴപ്പമില്ല. അതായത് 8ാം ക്ലാസ്സിൽ നിങ്ങളെ സിലബസ് മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നേരെ 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എന്തായി, 9ാം ക്ലാസ്സിൽ ഒരു കൊല്ലം മുമ്പേ സിലബസ് മാറി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കാനുണ്ടാവും. പക്ഷെങ്കിൽ കുറച്ചുകൂടി എക്സാംസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെറ്റ് ആക്കാൻ മതി നമ്മുടെ ഗവൺമെന്റ്. അതായത് നിങ്ങൾ, അതായത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഇത് വലിയ പേടിക്കാനൊന്നുമില്ല. അതായത് ഒരു സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്നൊന്നും ഞാൻ വലിയ രീതിയിൽ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ പറഞ്ഞു വെച്ച് പഠിക്കാണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ഞാൻ പറയുന്നതാണ് എപ്പോഴും ഒരു അരമണിക്കൂർ നമ്മൾ പഠനം എല്ലാ ദിവസവും മതി. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അരമണിക്കൂർ നമ്മൾ പഠിക്കും. അതായത് ഞാൻ +1 കാണാം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കാം. ആ ഒരു ചുണ്ടി എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് പഠിക്കുക, എന്തെങ്കിലും ഒരു പുതിയ ബേസിക് പഠിക്കുക. ചാപ്റ്റർക്ക് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ചെറിയ ബേസിക്സും കാര്യങ്ങളും നിങ്ങൾ പഠിക്കാം. 8ാം ക്ലാസ് 9ാം ക്ലാസ് കാണാൻ കുറച്ചധികം പഠിക്കാനുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിനെ കാണാനൊക്കെ വലുതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കണടാ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ലൈവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബേസിക്സും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റ് ആക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് ബേസിക് ആണ്, അതിന്റെ ലൈവ് ഒക്കെ നമ്മൾ സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് 5ാം ക്ലാസ് ആയിക്കോട്ടെ, 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ആയിക്കോട്ടെ, അവർക്ക് വേണ്ട എല്ലാ ബേസിക്സും നമ്മൾ സെറ്റ് ആക്കി തന്നിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതേപോലെ അങ്ങ് എടുത്ത് കണ്ടാൽ മാത്രം മതി. വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. അത് 8ാം ക്ലാസ് ആയിക്കോട്ടെ, 9ാം ക്ലാസ് ആയിക്കോട്ടെ, 10ാം ക്ലാസ് ആയിക്കോട്ടെ, ഐ മീൻ 7ാം ക്ലാസ് വരെ ആയിക്കോട്ടെ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരും. അപ്പൊ നിങ്ങൾ ബാക്ക് ടു സ്കൂൾ ആണ്, സ്കൂളിലേക്ക് വീണ്ടും വരാറായി. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ജൂൺ 2 തൊട്ട് ജൂൺ 16 വരെ എന്തോ ബേസിക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്കൂളിൽ. അത് പറയില്ല, ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗവൺമെന്റ് അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഏതെങ്കിലും ഈ ഒരു ടൈമിൽ, ഈ ഒരു 5 ദിവസം ആയിക്കോട്ടെ, ഒരു 10 ദിവസം ആയിക്കോട്ടെ, ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഏതെങ്കിലും ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു ബേസിക് ക്ലാസ് കാര്യങ്ങളൊക്കെ കണ്ട് പക്കാ ക്ലിയർ ആക്കി കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ, ടൈം.